നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. എവിടുന്ന വന്നതെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. എവിടുന്ന വന്നതെന്നുള്ളൊന്ന് മനസ്സിലാലോചിക്കുക. ലെറ്റ് പി ബി ദി ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ. യെസ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ആണ് ഫ്രം ദി പോയിന്റ് ക്യൂ. ഇപ്പൊ ക്യൂവിൽ നിന്ന് വരച്ചിരിക്കുന്ന ഒരു ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ആണ് പിയിലാണ് ഉള്ളത്. ഓൺ ദി ലൈൻ, ഈ ലൈനിലാണ് വരയ്ക്കുന്നത്. ഓക്കെ, ദെൻ ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ area of the right angled triangle PQR where R is the point, okay, 3, -2, 1. R എന്തായാലും ഈ ലൈനിലെ പോയിന്റ് അല്ല. കാരണം നിങ്ങൾക്കറിയാം 3 ഇവിടെ ഇട്ട് കൊടുത്താൽ ഇത് 0 ആയി പോകും. -2 ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -2 -4 ഡിവൈഡ് ബൈ -1 +4 എന്നാണ് കിട്ടുക. അപ്പൊ ഇവിടെ 0 ഇവിടെ 4ഉം കിട്ടിയത് ഈക്വൽ ആണോ ചോദിച്ചാൽ അല്ല. അതുകൊണ്ട് ഈ പോയിന്റ് തീർച്ചയായിട്ടും ഈ ലൈനിലെ പോയിന്റ് അല്ല. അപ്പൊ ലൈനിന് പുറത്തുള്ളൊരു പോയിന്റ് ആണ്. ഓക്കെ, എക്സാക്ട് ലൊക്കേഷൻ വേണ്ട, ലൈനിലായിരിക്കാൻ പാടില്ല. വേറെ എവിടെ വേണമെങ്കിലും എടുത്തോ, റൈറ്റ് ട്രയാങ്കിൾ ആക്കിക്കോ, വരച്ചോളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചോദ്യം. അപ്പോൾ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ക്വസ്റ്റിൻ്റെ ലെവൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ, അത്രയേ ഉള്ളൂ. വെരി ഡിഫിക്കൽട്ടി അല്ല, ടൈം എടുക്കും കുറച്ച് ചെയ്യാൻ. നിങ്ങൾ നല്ല പ്രാക്ടീസ്ഡ് ആണെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. എനിവേ ഒരു ആവറേജ് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം കേട്ടോ. നമുക്ക് ആദ്യമേ വേണ്ടത് പി എന്ന് പറയുന്ന പോയിന്റ് ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത് ഫ്രം ദി പോയിന്റ് ക്യൂ ആണ്. അപ്പോൾ നമ്മൾ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? 10, -3, -1 ആണ്. ഓക്കെ, ഇതാണ് ലൈൻ, റൈറ്റ്. ഇതാണ് ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ പി എന്ന് പറയുന്ന പോയിന്റ്. പി നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക? നമ്മൾ യൂഷ്വലി തന്നിരിക്കുന്ന ലൈൻ നമ്മൾ ലാംഡ എന്നിട്ട് കൊടുക്കും, ശരിയല്ലേ? എന്നിട്ട് എക്സും വൈ സെഡും ഇൻ ടേംസ് ഓഫ് ലാംഡയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 7 λ + 3 ആണ്. എക്സ് എന്താണ്? 7 λ + 3 ആണ്. വൈ എന്ന് പറഞ്ഞാൽ എത്രയാ? -λ + 2 ആണ്, അല്ലേ? സെഡ് എന്ന് പറഞ്ഞാൽ -2 λ -1 ആണ്. -2 λ -1. ഇതാണ് പിയുടെ കോർഡിനേറ്റ്. ഓക്കെ അല്ലേ? ഇനി ആർ എന്ന് പറയുന്ന പോയിന്റ് എവിടെയുണ്ട്? ആർ എന്ന് പറയുന്ന പോയിന്റ് എവിടെയുണ്ട്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആർ എന്ന് പറയുന്ന പോയിന്റ് യു ടേക്ക് സംവെയർ ഹിയർ. ദിസ് ഈസ് സപ്പോസ് ആർ. എന്തായാലും ലൈനിലെ പോയിന്റ് അല്ല, അതായത് ഈ ലൈനിലെ പോയിന്റ് അല്ല ആറ്. കാരണം ഇവിടെ നമ്മൾ ഈ ആറിലെ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റേഷ്യോ ഒരിക്കലും ഈക്വൽ അല്ല. ഈക്വൽ ആണെങ്കിൽ അതിലെ പോയിന്റ് ആവുള്ളൂ. അപ്പോൾ ഈക്വൽ അല്ലാത്തതുകൊണ്ട് അതിലെ പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് മുകളിലോ താഴെ എവിടെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിന്റെ എക്സാക്ട് പൊസിഷൻ ഒന്നും വേണമെന്നില്ല, എവിടെയെങ്കിലും എടുക്കാൻ മതി. പക്ഷെ ലൈനിൽ എടുക്കരുത്, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമ്മൾ അറിയാതെ ചിലപ്പോൾ ഈ ലൈനിലൊക്കെ എടുത്തു പോകും. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ലൈനിൽ കൊണ്ടുപോയി എടുക്കും. ഇത് 3D ആണ്. അപ്പോൾ നമ്മൾ ഈ പുറത്തെടുത്താലൊക്കെ നമുക്ക് ഇത് റൈറ്റ് ട്രയാംഗിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഇതാ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈനിലേക്ക് വരയ്ക്കുന്നു, ഇവിടുന്ന് ഇങ്ങനെയും വരയ്ക്കുന്നു, കണ്ടോ? ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് എ റൈറ്റ് ട്രയാംഗിൾ ഹിയർ. ഇതാണ് റൈറ്റ് ട്രയാംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? റൈറ്റ് ട്രയാംഗിൾ ആണ്. ഇതിന്റെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് ദിസ് പെർട്ടിക്കുലർ ട്രയാംഗിൾ. മക്കളെ, ചോദ്യം ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? യെസ്, ഇതിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എനിവേ, നമുക്ക് പി കിട്ടിയാൽ 3 പോയിന്റ്. 6 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി, അല്ലെ? 6 എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? 6 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്? 3 - 1 ആണ്. 3 - 1 ആണ്. 6 എന്ന് പറയുന്ന പോയിന്റ് അറിയാം. ഇനി പി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി? 3 പോയിന്റ്സ് ആയില്ല ട്രയാങ്കിളിന്റെ. 3 പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. എളുപ്പമല്ലടാ. 2 വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിന്റെ മോഡുലസ് എടുത്ത് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, സംഭവം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ എങ്ങനെ ചെയ്യേണ്ടത് ശ്രദ്ധിക്കണേ. അപ്പൊ ഞാനിവിടെ പിയുടെ കോർഡിനേറ്റ് ലാംഡയുടെ ടേംസിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഈ പിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ കോർഡിനേറ്റിൽ നിന്ന് ഇത് കുറയ്ക്കുക, ഇതിന്ന് ഇത് കുറയ്ക്കുക, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടി. ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ഓൾറെഡി നമുക്കറിയാം. 7 - 1 - 2 ആണ്. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണ്, അതുകൊണ്ട് നമുക്ക് നേരെ ഡയറക്ഷൻ റേഷ്യോ പറയാം. അപ്പൊ ഞാൻ ഈ ഡയറക്ഷൻ റേഷ്യോ എടുക്കുകയാണെ. ആദ്യത്തെ ഡയറക്ഷൻ റേഷ്യോ, ഈ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ എടുക്കുന്ന ശ്രദ്ധിച്ചോളേ, 7 × ഇനി 7 λ + 3 എന്ന് ഈ 10 കുറയ്ക്കുമ്പോൾ 7 λ എന്ത് വരും? -7 എന്ന് വരും, ശരിയല്ലേ? അതുപോലെ അടുത്ത ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് -1 ആണ്. ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ -1 ആണ്. ഇനി പി ക്യൂന്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ -λ + 2 എന്ന് -3 കുറയ്ക്കുമ്പോൾ എന്ത് വരും? -λ + 5 എന്ന് വരും, അല്ലേ? യെസ്. ദെൻ അടുത്ത ഡയറക്ഷൻ റേഷ്യോ -2 ആണ്. ദാറ്റ് -2 × നമ്മൾ 2 λ -1 എന്താ കുറയ്ക്കുന്നത്? -1 കുറയ്ക്കുമ്പോൾ അവിടെ -2 λ എന്ന് മാത്രമേ കിട്ടുള്ളൂ. 1 ക്യാൻസൽ ആവും. ആൻഡ് ദിസ് ഡോട്ട് പ്രോഡക്റ്റ് 0 ബിക്കോസ് യു നോ ഡയറക്ഷൻ റേഷ്യോസ് ആർ അല്ലേ, ഡയറക്ഷൻ വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ്. സോ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതെന്ത് കിട്ടും? 49 λ - 49 മൈനസ് പ്ലസ് ലാംഡയായി -5 ആയി
പിന്നെ മൈനസ് മൈനസ് പ്ലസ് 4 ലാംഡ ഇസ് ഈക്വൽ ടു 0 ആയി. ഇവിടെ 49 ലാംഡ പ്ലസ് ലാംഡ 50, ഇത് ടോട്ടൽ 54 ലാംഡ എന്ന് കിട്ടി. മൈനസ് 49 മൈനസ് 5 ഇസ് മൈനസ് 54, ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഫ്രം ഹിയർ ലാംഡ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് വൃത്തിയായിട്ട് എഴുതാം. 7 + 3 10 ആയി, മൈനസ് 1 + 2 എന്ന് പറഞ്ഞാൽ 1 ആയി, പിന്നെ മൈനസ് 3 ആയി. ഓക്കെ മക്കളെ, അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. Now what is the area of the triangle? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പി ക്യു ക്രോസ് പി ആർ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞ എന്താണ്, ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എന്താണ്, പി ക്യു ക്രോസ് പി ആർ ചെയ്താൽ പോരെ. യെസ്, നിങ്ങൾക്ക് ആൻസർ കിട്ടിയല്ലോ. ഇനി എങ്ങനെയാണ് പി ക്യു ക്രോസ് പി ആർ കണ്ടുപിടിക്കുന്നത് നോക്കിയേ. പി ക്യു ക്രോസ് പി ആർ ഞാൻ സൈഡ് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ്സ് ഈക്വൽ ടു ഡിറ്റർമിൻറ്റ് ഐ ജെ കെ. ഡിറ്റർമിൻറ്റ് ഐ ജെ കെ എന്താണ് പി ക്യു? പി ക്യു എന്ന് പറഞ്ഞാൽ ക്യൂ എന്ന് പി കുറയ്ക്കണം. അപ്പോൾ ഇതാണ് പി, ഇതാണ് ക്യൂ, ഇതാണ് പി, ഇതാണ് ക്യൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പി ക്യൂവിൽ നിന്ന് പി കുറയ്ക്കുക. സോറി, ഇതാണ് പി, ഇതാണ് ക്യൂ, അത് മാറിപ്പോൾ ഞാൻ പറഞ്ഞത്. ഇത് പി ആണ്, ഇത് ക്യൂ ആണ്. അപ്പോൾ ക്യൂവിൽ നിന്ന് പി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പി ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂവിൽ നിന്ന് പി കുറയ്ക്കുക. സോ 10 നിന്ന് 10 കുറയ്ക്കുമ്പോൾ 0 ആയി. അപ്പോൾ ഇവിടെ 0 വന്നു അല്ലേ, നേരിട്ട് എഴുതാണ് 0 വന്നു. ഇനി ഇവിടുത്തെ ഈ -3 നിന്ന് ഇവിടുത്തെ 1 കുറയ്ക്കുക. -3 - 1 ഇസ് -4 എന്ന് കിട്ടി. ഇനി അടുത്ത് വന്നിട്ട് -1 - -3, അതായത് +2 വരും അല്ലേ, 2 എന്ന് വന്നു. ഓക്കെ മക്കളെ, ഇനി പി ആർ എന്ന് പറയുമ്പോൾ 6 നിന്ന് പി കുറയ്ക്കുക. അതായത് 3 നിന്ന് എന്ത് കുറയ്ക്കുക, 10 കുറച്ചാൽ -7. 3 നിന്ന് 10 കുറച്ചാൽ 3 കിട്ടും, -7 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ നമുക്കുള്ളത് -2 -1 -3 ആണ്. ഓക്കെ, -3 ആണ്. പിന്നെ നമുക്കുള്ളത് എന്താണ്, 1 - -3 4 ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. യെസ്, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഐ ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും, ഐ ഇൻറ്റു -16 -+ 6 ആവും. ഓക്കെ, - j ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 0 + 14 ആയി, 0 + 14 പ്ലസ് കെ ഇൻറ്റു എന്ത് വരും ഇവിടെ, 0 + 20, സോറി പ്ലസ് അല്ല, -28, 0 - 28 ആയി. ഇത് ചെയ്യുന്ന സമയത്ത് -10i വരും, -14j വരും, -28k വരും. ഇതാണ് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ക്രോസ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റൂട്ട് ഓഫ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാനിവിടെ ഡയറക്റ്റ് ചെയ്തതാണ്, മാഗ്നിറ്റ്യൂഡ് ഇതാണ്. 10² എത്ര കിട്ടും ഇവിടെ, 100 പ്ലസ് ഇവിടെയുള്ളത് 14 അല്ലേ, 14² ഇസ് 196 പ്ലസ് 28² എത്രയാണ്, 28 × 28 ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും ഇവിടെ, 784 എന്ന് കിട്ടും, 784 എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക റൂട്ട് ഓഫ് 784 + 100 884 + 196 ചെയ്ത് നോക്കുക. 884 + 196 ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും, 1080 കിട്ടും അല്ലേ. ദിസ് ഈസ് 1080, ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ 1080 നമുക്ക് 36 × 30 എന്ന് എഴുതാം. ശരിയാണോ മക്കളെ, 36 × 30 വിൽ ബി 1000. നിങ്ങൾ അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 36 ഇൻറ്റു എങ്ങനെ എഴുതാം, 30 എന്ന് എഴുതാം. 36 ൻ്റെ റൂട്ട് എത്ര ഇടാം, 6 അല്ലേ. സോ ഹാഫ് ഇൻറ്റു എന്ത് കിട്ടി, 6√30 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3√30 എന്നാണ് കിട്ടുക. ബിക്കോസ് ഓപ്ഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ ഇത് സിംപ്ലിഫൈ ചെയ്തത്. സോ 3√30 മീൻസ് ദ ഫൈനൽ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ് വരിക. ഓക്കെ, 3√30 ഈസ് ദ ഫൈനൽ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ടൈം എടുക്കും, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ചെറിയ നമ്പറുകളല്ല. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വലിയ നമ്പർ തരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ്റെ. അപ്പോൾ വലിയ നമ്പർ ക്വസ്റ്റ്യനിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായ ഒരു സമയം എടുക്കും. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷനൊക്കെ ഒന്ന് സ്പീഡാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ബേസിക്കായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കുക, അപ്പോൾ കാര്യങ്ങളൊക്കെ വേഗത്തിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.